അപ്പോൾ ഇതാണ് നമ്മുടെ ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോയുടെ മെയിൻ വെബ്സൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ലിങ്ക് കയറി ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ഇവിടേക്ക് വരേണ്ട കാര്യമില്ല. ബുദ്ധിമുട്ടാതിരിക്കുക എന്താ ചെയ്യുക, ഗൂഗിൾ ക്രോം ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഈ 3 ഡോട്ട് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ട് ബുക്ക് മാർക്ക് ലിസ്റ്റ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ആയിട്ട് നമുക്ക് ഷോ ബുക്ക് മാർക്ക് കാണാൻ പറ്റും. ഷിഫ്റ്റ് കൺട്രോൾ ബി, ഷിഫ്റ്റ് കമാൻഡ് ബി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ബുക്ക് മാർക്ക് കിട്ടും. അവിടേക്ക് എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ബുക്ക് മാർക്കായി. പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ വേറൊരു പേജിൻ്റെ അകത്താണെന്ന് കരുതുക. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മുടെ സൈറ്റിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലേക്ക് എത്തും. ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ എല്ലാ ബ്രൗസറിൻ്റെ അകത്തും ചെയ്യാൻ പറ്റും. ഗൂഗിൾ ക്രോമിൽ മാത്രമല്ല, സഫാരി ആണെങ്കിലും ചെയ്യാൻ പറ്റും, ബ്രേവ് ആണെങ്കിലും ചെയ്യാൻ പറ്റും, ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. ക്രോം ആകുമ്പോൾ എളുപ്പമാണ്. വൺസ് നമ്മൾ കമ്പ്യൂട്ടർ ഒന്ന് ഫോർമാറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക, ഈ ഒരു മെയിൽ വെച്ച് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഈ ബുക്ക് മാർക്ക് ബാറിൽ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും ഓൺ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ്സിൻ്റെ കാര്യം പറയാം. സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മേലെയായിട്ട് ഓൺലൈൻ വെബ്സൈറ്റ് ക്ലാസ് എന്ന് കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത എല്ലാ കോഴ്സുകളും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡാവിഞ്ചി ആണ് പർച്ചേസ് ചെയ്തെങ്കിൽ ഡാവിഞ്ചി 21ൻ്റെ ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്, 90യുടെ ക്ലാസ്സുകൾ ഇവിടെ ഉണ്ട്, പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ഇവിടെ ഉണ്ട്, പിന്നെ പ്രീമിയർ, ആഫ്റ്റർ എഫക്റ്റ്, അതേപോലെ ഫൈനൽ കട്ട്, ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്തേക്കുന്നത് നോക്കിയിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്നതിന് മുന്നേ വളരെ അത്യാവശ്യമായിട്ട്, അതായത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പറയട്ടെ. ഒരു 200 പേജിൻ്റെ ബുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഡയറി, ലോക്കൽ കീറി പറഞ്ഞ ഒന്നല്ല, നല്ലൊരു ബുക്ക് ഇതിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. അതിൻ്റെ അത് ഡാവിഞ്ചി ക്ലാസ് ആണ് ഡാവിഞ്ചി ക്ലാസ്, പ്രീമിയർ ആണെങ്കിൽ പ്രീമിയറിൻ്റെ ക്ലാസ്, അത് എഴുതി വെച്ച ശേഷം ആ ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്തും ആ ചാപ്റ്റർ ഏതാണ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് എഡിറ്റിംഗ് പേജ് ആണെങ്കിൽ എഡിറ്റ് പേജിൻ്റെ അകത്ത് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ക്ലാസ് ആണെന്ന് എഴുതി വെക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളും ഷോർട്ട് കട്ടുകളൊക്കെ അവിടെ നിന്ന് എഴുതി വെക്കുക. മനസ്സിലാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് സംശയമായിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10 ദിവസം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ 4 ദിവസം കൊണ്ട് പഠിക്കും, അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് ഒക്കെ പെട്ടെന്ന് പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താവുമെന്ന് അറിയാം, പലപ്പോഴും മൗസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വർക്ക് ചെയ്യും, ഒരിക്കലും ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തില്ല, ഒരു ന്യൂബി ലെവലിൽ തന്നെ ഇരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, മസ്റ്റായിട്ടും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ് എന്നും അതുപോലെ EMI ക്ലാസ് എന്നും കാണാൻ പറ്റും. ഫുൾ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കിയവർ, EMI ആയിട്ട് 3 തവണകളായിട്ട് അടച്ച് തീർത്തവരും ശരി, അല്ലെങ്കിൽ ഒരുമിച്ച് അടച്ചവരാണെങ്കിലും ശരി, ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തേക്കാണ് കയറേണ്ടത്. ഇനി EMI ആയിട്ട് 1-2 അടവുകൾ അടച്ചവരാണെങ്കിൽ ഈ ഒരു ക്ലാസ്സിലാണ് കയറേണ്ടത്. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഇപ്പോൾ ഫുൾ ക്ലാസ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ അകത്ത് എഡിറ്റിംഗ് പേജിൽ വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് വീഡിയോസ് എല്ലാം ഫാസ്റ്റ് ആയിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് നമ്മൾ റീൽസ് കാണുന്ന പോലെ സ്പീഡിൽ കണ്ടുപഠിക്കാവുന്ന രീതി. അതായത് മുഴുവനായിട്ട് സ്ലോയിലുള്ള ക്ലാസ്സുകൾ കാണണ്ട, ഇതൊക്കെ വെൽ എക്സ്പ്ലെയിൻഡ് ക്ലാസ്സുകളാണ്, മറ്റത് കുറച്ച് ഫാസ്റ്റ് ആയിരിക്കും. അടുത്ത് അഡ്വാൻസ്ഡ് എഡിറ്റിംഗ് ആണ്. ഇതുമായിട്ട് അതായത് ഒരു ബേസിക് ആ വീഡിയോയുടെ അഡ്വാൻസ് ആയിട്ടുള്ള എന്താണ് കാര്യം, അതിൻ്റെ കുറേ വീഡിയോസ്. എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു മാജിക് മാസ്ക് ഉപയോഗിക്കുകയാണ്, അത് മാജിക് മാസ്കിൻ്റെ ക്ലാസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. മാജിക് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നുള്ളതല്ലാതെ പുതിയ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റിയും കൂടെ ഇതിൻ്റെ നമ്മൾ അഡ്വാൻസ് ക്ലാസ്സിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് പർച്ചേസ് ചെയ്തവർക്കാണ് ഈ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടാവുക. അതേപോലെ യൂട്യൂബിലുള്ള വീഡിയോസും ഉണ്ടാവും. ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പേജിലേക്ക് പോയി കഴിഞ്ഞാലും ഈ ഒരു സെയിം സൈറ്റിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും വരിക. അതായത് പുതിയൊരു ടാബ് തുറക്കില്ല, കണ്ട എല്ലാ ടാബുകളും നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് അടുത്ത ടാബിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അതേപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹൗ ടു യൂസ് എന്ന് കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ വീഡിയോസ് രണ്ടും കാണാം. അപ്പോൾ നമ്മുടെ സൈറ്റ് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ ഒരു പക്ഷേ ക്ലിയർ കുറവുണ്ടെങ്കിൽ ക്ലിയർ എങ്ങനെ കൂട്ടാം, അതുപോലെ സൈറ്റിലെ ഓരോ വീഡിയോസ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ 2 വീഡിയോസിൻ്റെ അകത്തുണ്ട്. മസ്റ്റായിട്ട് ഇത് കണ്ട ശേഷം എന്ത് ചെയ്യുക, എഡിറ്റിംഗ് പേജിൻ്റെ അകത്തേക്ക് പോവാം. ഈ ജനറൽ ടിപ്പ് എന്ന് പറയുന്ന പേജിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ബേസിക് എഡിറ്റിങ്ങിൻ്റെ അകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഏത് ചാപ്റ്ററായിട്ടാണ് ബന്ധമുള്ളത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹൗ ടു യൂസ് കഴിഞ്ഞ് ജനറൽ വീഡിയോസ് കാണണം നിർബന്ധമില്ല, നേരെ എഡിറ്റിങ്ങിൻ്റെ അകത്തേക്ക് പോകാം. ഓക്കെ അല്ലേ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ലൈബ്രറി, മീഡിയ ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു പോവുക. അതിനുശേഷം ഫ്യൂഷൻ്റെ അകത്തേക്ക് പോകാം, അതിനുശേഷം കളർ പേജിൻ്റെ അകത്തേക്ക് പോകാം. ഈ മേലെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എഡിറ്റിംഗ് ആണ്, നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ട്രാക്ക് ആണ്, അഡ്വാൻസ് വീഡിയോ ആണ്. ഇതിൻ്റെ താഴെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള എഡിറ്റിങ്ങും ഫ്യൂഷനും VFXും ഉണ്ടാവും കേട്ടോ. ഫ്യൂഷനും കളർ പേജും ഉണ്ടാവും കേട്ടോ. അതേപോലെ അഡ്വാൻസ് വീഡിയോസിൻ്റെ താഴെയും ഇതേപോലെ എഡിറ്റിങ്ങും വേറെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വരുന്ന എഡിറ്റിംഗ് അല്ല, ഇതിൻ്റെ അകത്ത് വരുന്ന എഡിറ്റിംഗ് വേറെയാണ്. അത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് EMI ക്ലാസ്സിലാണ് വരുന്നതെങ്കിൽ EMIയിൽ അഡ്വാൻസ് ഓപ്ഷൻ ഉണ്ടാവില്ല, ഫാസ്റ്റ് ട്രാക്കും ഉണ്ടാവില്ല, ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ തന്നെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾ ഇനി അടുത്ത ഫ്യൂഷൻ പേജിലേക്ക് പോകുകയാണെങ്കിൽ അടുത്തൊരു ടാബ് ആയിട്ടായിരിക്കും ഇത് ഓപ്പൺ ആവുക. കണ്ടോ, ഇനി കളർ പേജിലേക്ക് പോകണമെങ്കിൽ പുതിയൊരു ടാബ് ആയിട്ടായിരിക്കും ഓപ്പൺ ആവുക. കാര്യം ഇത് 3 വെബ്സൈറ്റുകൾ ജോയിൻ ചെയ്ത് വെച്ചാണ്, അങ്ങനെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഫുൾ പാക്കേജ് എടുക്കുന്നവർക്ക് എന്താണ് അഡ്വാൻറ്റേജ്, ഒറ്റ പേജിൻ്റെ അകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇത് 3 പേജായിട്ട് 3 ടാബായിട്ട് ഇങ്ങനെ ഓപ്പൺ ആവും. അങ്ങനെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ, അത് നോക്കുക. ഓക്കെ,
അതിലും ഹൗ ടു യൂസ് ഉണ്ട്. ഈ ഹൗ ടു യൂസ് കണ്ട ശേഷം ഇതും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു പേജിൻ്റെ അകത്ത് കയറുന്ന സമയത്തും കയറാൻ പറ്റില്ല, എല്ലാം എറർ മെസ്സേജ് ആണെങ്കിൽ നമ്മൾ മെയിൻ പേജിൻ്റെ അകത്ത് ക്ലാസിൻ്റെ പേജിലേക്ക് വന്നല്ലോ, ഇവിടെ നമുക്ക് മേലെയായിട്ട് ഹൗ ടു ലോഗിൻ എന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുന്ന മെത്തേഡുകൾ രണ്ടും വീഡിയോൻ്റെ അകത്തുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് അതേപോലെ ചെയ്യാം. ഒന്നുമില്ല, സിമ്പിളാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൻ്റെ അകത്ത് എനിക്ക് അയച്ചു തന്ന മെയിൽ വെച്ച് ലോഗിൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ ഒരു മെയിലാണ് ഇതിൽ ലോഗിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ മെയിലിൽ ലോഗിൻ ആണെങ്കിൽ അത് രജിസ്റ്റേർഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പേജ് ഓപ്പൺ ആവുള്ളൂ, ഇല്ലെങ്കിൽ എറർ ആയിരിക്കും വരിക. അപ്പോൾ മസ്റ്റായിട്ടും മനസ്സിലായിട്ടില്ല എന്താ ചെയ്യേണ്ടതെങ്കിൽ ഹൗ ടു ലോഗിൻ എന്നുള്ള ഇവിടെ കണ്ടിട്ട് ഈ 2 വീഡിയോസും കണ്ടു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഏതാണോ നമ്മുടെ ക്ലാസ് അതിൻ്റെ അകത്ത് കയറാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഡാവിഞ്ചി തന്നെയല്ല, FCPയോ പ്രീമിയറോ ഏതാണെങ്കിലും ശരി, ഇത് തന്നെയാണ് മെത്തേഡ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് EMI ഫുൾ ക്ലാസ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ 3 അടവുകൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി. അതായത് കളർ പേജും എഡിറ്റിംഗ് മാത്രം എടുത്തവരാണെങ്കിൽ കൂടെ ഫ്യൂഷൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ പാക്കേജ് ഓണാവും. അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് വീഡിയോസും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ എന്നോടുള്ള എല്ലാ കോൺടാക്റ്റും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പുതിയൊരു ടാബ് എടുത്തിട്ട് ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ എന്നൊന്ന് സെർച്ച് ചെയ്ത് വെക്കുക. ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ഡാർക്ക് വൂൾഫ് VFX സ്റ്റുഡിയോ OG എന്ന് കാണാൻ പറ്റും. അതുപോലെ സൈറ്റ് കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ സൈറ്റിൽ നിന്ന് കാണാൻ പറ്റും. ഈ ന്യൂ സൈറ്റിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഈ സൈറ്റിലേക്ക് എത്തിക്കോളും. നിങ്ങൾക്ക് എന്തെങ്കിലും FX കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന FXകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നീട് വീണ്ടും ഹോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽസ് ഇവിടെ ഉണ്ട്. അതേപോലെ വാട്സപ്പ് ഇവിടെ ഉണ്ട്, ഇൻസ്റ്റഗ്രാം അവർ അതർ വെബ്സൈറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി കോൺടാക്ട് ചെയ്യുന്നവരല്ലേ, അപ്പോൾ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എന്നാൽ